അങ്ങനെ ഒരാഴ്ചത്തെ അടിപൊളി ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വെള്ളിയാഴ്ച ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്ടായിട്ട് ഇടാം കേട്ടോ, ഇന്ന് തന്നെ ഇടാൻ നോക്കാം. പക്ഷേ ഇതിപ്പോൾ ശനിയാഴ്ചയായി. ഞങ്ങൾ നേരെ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവാണ്. നല്ല ചൂടുള്ള ഒരു ദിവസം, അതായത് ഇപ്പം യൂറോപ്പിൽ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. വെയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തൊപ്പിയൊന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല. അത്രയും ചൂടിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. നോർമൽ മനുഷ്യന്മാരൊക്കെ വീട്ടിലിരിക്കും, ഞങ്ങൾ നല്ലപോലെ പുറത്തേക്ക് ഇറങ്ങി. ഞാനിപ്പം കത്തിക്കരിഞ്ഞ് ഉള്ളൊരവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ പേടിയെ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും എനിക്ക് സൂക്ഷിച്ചൊരു മെമ്മറി ആയിട്ട് എൻ്റെ യൂട്യൂബിൽ കിടക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇത് ഒരു വാട്ടർ ആക്ടിവിറ്റിയാണ്. ആ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിൽ പവലിനുണ്ട്. പക്ഷെ അതെടുത്തിട്ട് വന്ന് ചെയ്യാനുള്ള ഒരു പേടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ലേ, ആ ഒരു സാധനമായിരുന്നു ഇത്രയും നാളും എനിക്കുണ്ടായിരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കൊരു തരിപ്പേടി ഉണ്ടായിരുന്നില്ല. ഞാനിത് മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം ഐ വാസ് ഫീലിംഗ് ലൈക്ക് ഭയങ്കര എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലിംഗ് ആയിരുന്നു. അതെൻ്റെ പേടിയുടെ ലെവൽ കൊണ്ടാട്ടോ. സാധാരണ ആൾക്കാർക്ക് ഇതൊരു നോർമൽ തിങ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ പോയത് ഗ്രൈഫൻസേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. സ്യൂറിഹിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. സ്യൂറിഹ് കാൻറ്റോണിൽ തന്നെ, കാൻറ്റോൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫെലാണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര വെയിലും ചൂടൊക്കെയാണ്. അപ്പം നിങ്ങൾ കരുതുന്നുണ്ടാവും എന്തിനാ കാറ് തുറന്നിട്ട് വന്നതെന്ന്. ഈ പറഞ്ഞ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനുള്ള സാധനം കുറച്ച് വലുതാണ്. അപ്പം നമ്മൾ അത് കാറിൻ്റെ പുറകിൽ ഡിക്കിയിൽ വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ റൂഫ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ ഈ സാധനം കാറിൻ്റെ സീറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ വന്നത്. ഈ വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനിരിക്കുന്ന സാധനം ഇതിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ഈ ബാക്ക് പാക്ക് നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കണേ. ഇവിടെ ഇത്രയും ചൂടുള്ളപ്പം നമുക്ക് ഈ ഫാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് വീടുകളിൽ. അപ്പോൾ ആൾക്കാരുടെ ഇവിടുത്തെ മെയിൻ വിനോദം എന്ന് പറഞ്ഞാൽ ലേക്കിലേക്ക് എടുത്ത് ചാടുക, അവിടെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിപ്പോൾ രാവിലെ 10 മണി ആയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നത്. Life jacket. Okay, now the most fun part. Oh, after 4 years of discussion, it's happening. Once it's done, I will say it happened. Let's see if there's no hole in this or something. How much is it like? $160. Ah. And as with everything, the prices go until the sky. ഇതാണ് കേട്ടോ സ്റ്റാൻഡപ്പ് പഡിൽ SUP. അപ്പോൾ ഈ സാധനമാണ് നമ്മളിവിടെ ചെയ്തത്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ അവിടെ വെച്ചിട്ട് നമ്മളിത് എയർ നിറച്ചിട്ട് നമ്മൾ പാഡിൽ ചെയ്യും. 2 പേർക്ക് 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ നല്ല ബാലൻസ് വേണം. അപ്പം നമ്മളീ പോകുന്ന ലേക്ക് ഗ്രൈഫൻസേ, അതായത് കായലാണ്. അത് നമ്മളുടെ ഇവിടെ കടലില്ല കേട്ടോ. നമ്മൾക്ക് സ്വിറ്റ്സർലൻഡിൽ കടലില്ല. അപ്പം നമുക്കുള്ളത് കായലാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ കായലിനെ വിളിക്കുന്നത് സേ എന്നാണ്, SEE. നമ്മൾ SEA അല്ല, SEE. അപ്പം എല്ലാത്തിനും ഇവിടെ സേ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഗ്രൈഫൻസേ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സേ ആണ്. ആൻഡ് ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് 72 കിലോമീറ്ററോളം ആഴമുണ്ട് ഇതിൻ്റെ നടുക്ക്. സ്യൂറിഹിൽ തന്നെ ഡിസ്ട്രിക്റ്റിലെ 2ാമത്തെ വലിയ ലേക്കാണ്. അപ്പം നമ്മുടെ Which side is it? The pointy side forward. Very good. സ്യൂറിഹ് മെയിൻ ലേക്കിൻ്റെ
നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാട്ടോ ഈ ലേക്കിൻ്റെ ഭാഗം വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പാഡലിംഗ് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോകണമെന്നൊന്നും പാവലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. വി വെൻ ടു ഉസ്റ്റർ ഭാഗത്തേക്ക്, അതായത് ഓൾമോസ്റ്റ് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 12 കിലോമീറ്റർ. അപ്പോൾ ഇത്രയും നമ്മൾ തുഴഞ്ഞു പോയി. 2-2.5 മണിക്കൂർ നമ്മൾ തുഴഞ്ഞാണ് നമ്മൾ അപ്പുറത്തേക്ക് പോയത്. ആൻഡ് ഇതിൻ്റെ നടുക്ക് ഒരു ഫിഷ് ഷേപ്പാണ് ഈ ലേക്കിൻ്റെ നടുക്കുള്ളത്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ചുറ്റിനും ഇരുന്ന് കാണാൻ പറ്റും. ഈ സമയത്തൊന്നും ആരും സ്വിം ചെയ്യുന്നുണ്ടായിരുന്നില്ല അധികം. പക്ഷെ തിരിച്ചു വന്നപ്പോൾ കുറേ ആൾക്കാർ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ആകെ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നത് കുറേ ഡക്കും സ്വാനും കാര്യങ്ങളൊക്കെ ആട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെള്ളം ഭയങ്കര പേടിയായിരുന്നു. ആ പേടിയെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നീന്തൽ പഠിക്കാനായിട്ട് പോയി. പക്ഷെ എന്നാലും ആ വെള്ളത്തോടുള്ള പേടി മാറി എന്നല്ലാതെ എനിക്ക് നന്നായിട്ട് ഇവിടുത്തെ ആൾക്കാരെ പോലെ എടുത്ത് ലേക്കിലേക്ക് ചാടി സ്വിം ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. നൂഡിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ലേക്കിൽ ചിലപ്പോൾ എനിക്ക് നീന്താൻ പറ്റും. പക്ഷെ അല്ലാതെയുള്ള കോൺഫിഡൻസൊക്കെ ഇല്ല. പിന്നെ വെള്ളത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ മറിഞ്ഞു വീഴുമ്പോഴുള്ളൊരു പാനിക്കും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പാവലിലൂടെ വെള്ളത്തിലുള്ള കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര സമയം എടുത്തു എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യം കയറിയപ്പോൾ ബാലൻസ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ബാലൻസിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പാവട്ടോ, ഞാൻ വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഗോപ്രോ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഈ ഒരു ഭാഗമൊക്കെ പുള്ളി വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വെള്ളത്തിലേക്ക് എടുത്തങ്ങ് ചാടി. അത് കഴിഞ്ഞ് പിന്നെ ഞാനങ്ങ് തുഴഞ്ഞു പോയി. ഞങ്ങൾ മാറി മാറിയാണ് തുഴഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ പുള്ളി ഉള്ളപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് പിന്നെ പുള്ളിയുടെ അടുത്തേക്ക് നീന്തി വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. നല്ല വേവ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ 72 കിലോമീറ്റേഴ്സ് ആഴമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പാനിക്കായി പോയി. പാവലിനും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ലേക്കുകളിൽ നമുക്ക് ഒരു മാപ്പുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എവിടെയൊക്കെ നമുക്ക് പാഡലിങ് ചെയ്യാം, എവിടെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാഡലിങ് ചെയ്യുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഒരു 300 മീറ്റർ ദൂരെ ഷോറിനെ പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വെയർ ഈ സേഫ് ജാക്കറ്റ് യൂസ് ചെയ്യണം. പക്ഷേ പാവലിൻ്റെ ജാക്കറ്റ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് പാവലിനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് നല്ലപോലെ നീന്താൻ അറിയാമെങ്കിലും ഇത്രയും ആഴത്തിൽ പോകുമ്പം കുറേ ആൾക്കാർക്ക് കാല് മസിൽ വലിയും, അല്ലെങ്കിൽ ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹാർട്ടൊക്കെ നിന്ന് പോകും പാനിക്കായിട്ട്, അതുപോലെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര നീന്തൽ അറിയാവുന്നവരാണെങ്കിലും ഇവിടെ ലൈഫ് ജാക്കറ്റ് ഇസ് മാൻഡേറ്ററി. പക്ഷേ പാവൽ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നടുക്ക് വരുമ്പോൾ കേട്ടോ കുറേ ആൾക്കാർ ഷോറിനെ 300 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ പാവലിനുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും നടുക്ക് പോയിട്ട് അപ്പുറത്തേക്ക് പോയായിരുന്നു. എങ്കിലും പാവലും ഞാനും അവസാനം എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടു. ആൻഡ് നമ്മൾ പിന്നെയും നമ്മളുടെ പാഡലിങ് കണ്ടിന്യൂ ചെയ്തു. പാവലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്നിനും ഫോഴ്സ് ചെയ്യില്ല. പക്ഷേ ഫോഴ്സ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളെ അതിൽ കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മളെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തരും. അതാണ് എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത്. ആൻഡ് ഐ ബീറ്റ് ഇറ്റ് വെരി നൈസ്ലി. ഞാൻ ഒരു പ്രാവശ്യം പോലും വെള്ളത്തിൽ ഞാൻ അറിയാതെ വീണില്ല. ഞാൻ ഇൻറ്റൻഷനലി എടുത്ത് ചാടിയെന്നല്ലാതെ അതൊന്ന് ആലോചിക്കുക. ഇത്രയും, അതായത് വെള്ളം പേടിയില്ല, ഇത്രയും പേടിയുള്ള ഒരാളാണ് ഈ നിൽക്കണതെന്ന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാനാണ് ആ നിൽക്കുന്നത്. ആൻഡ് ഐ എം സോ പ്രൗഡ് അബൌട്ട് ഇറ്റ്. Come on, swim. I feel good.
ഞാൻ എൻ്റെ പാഡലിൻ്റെ അടുത്തേക്ക് പാവലിൻ്റെ ഒപ്പം കുറച്ച് നേരം നീന്തിയൊക്കെ കളിച്ചു. പക്ഷേ സേഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനെ പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. അതിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്താ ഫീലെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ. അപ്പം നമുക്കെല്ലാം പേടിയാണ്. പക്ഷേ എനിക്ക് തറയിൽ കാല് മുട്ടാൻ പറ്റുന്നില്ലാത്തുള്ളൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് എൻ്റെ ബോഡി ഭയങ്കര സ്റ്റിഫാണ്. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് ഐ വാസ് ജസ്റ്റ് എൻജോയിങ് ഇറ്റ്. ആൻഡ് പിന്നെ വെയിലുണ്ടായിരുന്നില്ല, ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനാണ് വെള്ളത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തത്. തിരിച്ചു വരുന്ന സമയത്ത് ഐ വാസ് ജസ്റ്റ് സ്വിമ്മിങ് ആൻഡ് കമ്മിങ് ബാക്ക്. പിന്നെ നമ്മൾ ഉസ്റ്ററിൽ തുഴഞ്ഞ് ഉസ്റ്റർ ബാഡിയിലെത്തി. ഇതൊരു ഫ്രീ എൻട്രി ആയിട്ടുള്ളൊരു ബാഡിയാണ്. ആൻഡ് നമ്മൾ നമ്മുടെ പെഡൽ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് സോസേജും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു. ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ. ഞാൻ പാവൽ പറയണതൊന്നും എനിക്ക് ഇടാൻ പറ്റാത്ത കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്. ആൻഡ് അത് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അസഹനീയമായ വെയിലായിരുന്നു. കാര്യം നമ്മളൊരു 1-1:30 ആയപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ഇങ്ങനെ ദേഹത്തേക്ക് ഇങ്ങനെ അടിച്ച് കയറുമായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കരുതിയത് ഭയങ്കര തിരക്കായിരിക്കും. സ്യൂറിഹിൻ്റെ മെയിനിലേക്കാണെങ്കിൽ മാർക്കറ്റ് പോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് പാഡൽ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മളുടെ ഇൻഹിബിഷൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ആദ്യം ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള അതൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ കൈ ചൂണ്ടി കാണിച്ച അവിടം വരെ നമ്മൾ പോകണം. ആ വൈറ്റ് കാണുന്നില്ലേ, അതൊരു യാഷ്ടാണ്. അവിടെ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്ത് ഓൾമോസ്റ്റ് 6 കിലോമീറ്ററോളം നമുക്ക് പോകണമായിരുന്നു. അപ്പം നമ്മൾ കുറേ ഷിപ്പുകളും കാര്യങ്ങളും ബോട്ടുകളും ഒക്കെ നമ്മൾ കണ്ടു. ആൻഡ് ദെൻ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാഡലിൽ നിന്ന് എടുത്ത് ചാടി പുറകിലൊരു മോട്ടർ പോലെ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാവൽ പെഡൽ ചെയ്ത് മുമ്പോട്ട് പോയി. ഞാൻ എനിക്കാണൊരു 45 മിനിറ്റ്സോളം വെള്ളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഷോറിലെത്തി. നമ്മൾ നേരെ എല്ലാം അത് കുറച്ച് നേരം ഒന്ന് ട്രൈ ചെയ്തിട്ട് വണ്ടിയിലെല്ലാം പാക്ക് ചെയ്ത് വീട്ടിൽ പോയി. ഐ ഹാവ് ടു ടെൽ യു, ഞാൻ എപ്പോഴും വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലാണ് പോയത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പേടിയുണ്ടെങ്കിൽ അതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ചിലപ്പം ആ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടില്ല, പക്ഷെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാം. അങ്ങനെ ചെയ്ത ഒരു കാര്യമാണ് പെഡലിങ്. ഞാനിനി ഇത് നിർത്തില്ല, ബിക്കോസ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പിന്നെ ചെയ്തെന്ന് വരില്ലല്ലോ, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിലെ ഞാനല്ലാത്ത ഒരാളെ പുറത്തു വന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ബിന്ദുയുടെ വീട്ടിൽ, നിങ്ങൾ ബിന്ദുവിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, എൻ്റെ ആദ്യ നാളിലെ വ്ളോഗുകളിലൊക്കെ സ്ഥിരം ആളായിരുന്നു. അവിടെ ബിന്ദുവിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് കസിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീ ഈസ് എബൌട്ട് ടു ലീവ്. ആ കാണുന്നതാണ് ഷീല ചേച്ചി. ഒരു ഭയങ്കര അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയാണ്. വിജയ് ചേട്ടൻ്റെ ഫസ്റ്റ് കസിനാണ്. അവിടെ പിന്നെ വീണ ഉണ്ടായിരുന്നു, നവനീത് ഉണ്ടായിരുന്നു, നവനീതിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ചില്ല് ചെയ്തു. ഞാനിപ്പോഴും ഇവിടെ ഈ പറയണതൊക്കെ നല്ല അടിപൊളി വിശേഷങ്ങളാണ്, പക്ഷെ ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാത്തത് TV-യിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ എന്ന് ഓർത്തിട്ടാണ് ആ വർത്തമാനങ്ങളൊക്കെ എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് നല്ലപോലെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് സത്യം. ആൻഡ് ഭക്ഷണം അവിടെ വന്നപ്പോൾ കഴിച്ചപ്പോഴാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. ഞാൻ നല്ലപോലെ ടാൻ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ വന്ന ആ കുളി അപ്പം തന്നെ ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചൊരു വ്യത്യാസം ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഇന്നത് റെക്കോർഡ് ചെയ്യണ സമയത്ത് എൻ്റെ സ്കിന്നൊക്കെ നല്ല വൃത്തികേടായിട്ടിരിക്കുകയാണ്. പക്ഷെ അത് സാരില്ല, സമ്മർ ഇപ്പം തീരും. വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഇനി നേരെ ആയിക്കോളും. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നല്ലപോലെ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് നമ്മളിതിനൊക്കെ അങ്ങ് പോയാൽ മതി. പിന്നെ ചേച്ചി നമുക്ക് വേണ്ടി കുറേ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിന്ദു പിള്ളേരെയും കൊണ്ട് നടക്കാൻ പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബിന്ദു തിരിച്ച് വന്നപ്പോഴത്തേക്കിനും എൻ്റെ വയറിൽ കുരുവി പറക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് സോ ഹംഗ്രി ആഫ്റ്റർ ആ ഒരു പാഡലിങ് കഴിഞ്ഞിട്ട്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു വൈകുന്നേരം നമുക്ക് കിടന്നുറങ്ങാനായിട്ട്. വീണയ്ക്ക് നവനീതിനുണ്ടായിട്ടുള്ള ഇപ്പോൾ കുട്ടിയായിട്ടും അത് വേദ്. അപ്പോൾ ബേബീനെയും കണ്ടു. ആൻഡ് നമ്മൾ നേരെ ചോറ് തിന്നൽ പരിപാടിയിലേക്ക് കടന്നു. നമുക്ക് നല്ല അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു, പാവയ്ക്ക വറുത്തതുണ്ടായിരുന്നു, മുട്ട വറുത്തത്, സുക്കീനി. അതൊക്കെ അറിയാം. നവനീതും വീണയൊക്കെ വെജിറ്റേറിയൻ ആയതുകൊണ്ട്
പിന്നെ ഉള്ളിത്തീയൽ, ചമ്മന്തി, ചെമ്മീപ്പൊടി, അങ്ങനെ കുറേ സാമ്പാർ, അങ്ങനെ കുറേ സാധനങ്ങളായിട്ടാണ് നമ്മൾ ചോറ് കഴിച്ചത്. ചമ്മന്തി, സാമ്പാർ, ചെമ്മിപ്പൊടിയാണത്, ചമ്മന്തിപ്പൊടി. സോ എല്ലാം നമ്മളിങ്ങനെ വയ്ക്കും, ഇങ്ങനെ വയ്ക്കും, ഇങ്ങനെ ഇളക്കും. രാവിലെ ഇതൊക്കെ ചെയ്തതിന് ശേഷം നല്ല ടയർഡായിരുന്നെങ്കിലും വൈകുന്നേരം ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ കൂടെ ചില്ല് ചെയ്തപ്പോഴത്തേക്കിനും വീട്ടിൽ പോയി വേഗം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. ബിന്ദുവും ഷീല ചേച്ചിയും കൂടി, ബിന്ദു കാറ് ഡ്രൈവ് ചെയ്ത് എന്നെ കൊണ്ടാക്കി. അതെടുക്കാനുള്ളൊരു മൂഡായിരുന്നില്ല, ഞാൻ നല്ല ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. ഈ ഒരു പേടിയെ തോപ്പിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണോ? ഇഷ്ടമായെങ്കിൽ ആ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.